റിതം ഓഫ് ലേണിംഗ്. നമുക്ക് ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാട്ടോ. നോക്കൂ, ദേശീയ ഡെങ്കിപ്പനി ദിനം എന്നാണ്? മെയ് 16 ആണ്. ദേശീയ ഡെങ്കിപ്പനി ദിനം മെയ് 16 ആണ്. ഈ വർഷം ദേശീയ ഡെങ്കിപ്പനി ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 ദേശീയ ഡെങ്കിപ്പനി ദിനത്തിന്റെ പ്രമേയമാണ് സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനി നിയന്ത്രിക്കാമെന്നത്. എന്താണ്? സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനി നിയന്ത്രിക്കാമെന്നതാണ്. 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് മിഥുൻ ചക്രവർത്തിയാണ്. 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് മിഥുൻ ചക്രവർത്തിയാണ്. അടുത്തത് 70ാമത്തെ നെഹ്റു ട്രോഫി കിരീടം നേടിയത് കാരിച്ചാൽ ചുണ്ടനാണ്. 70ാമത്തെ നെഹ്റു ട്രോഫി എന്താ? അത് വള്ളംകളി അല്ലെ. 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി കിരീടം നേടിയത് കാരിച്ചാൽ ചുണ്ടനാണ്. അവര് ഏത് ബോട്ട് ക്ലബിന്റെയാണ് കാരിച്ചാൽ ചുണ്ടൻ? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെയാണ്. ഏത് ബോട്ട് ക്ലബാണ്? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സൂപ്പർ കപ്പാസിറ്റർ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിൽ കണ്ണൂർ ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സൂപ്പർ കപ്പാസിറ്റർ കേന്ദ്രം നിലവിൽ വരുന്നത് കേരളത്തിൽ കണ്ണൂർ ജില്ലയിലാണ്. 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമാണ് അമേരിക്ക. 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമാണ് അമേരിക്ക. 16 വയസ്സിന് താഴെയുള്ളവരുടെ അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ടീൻ അക്കൗണ്ട്സ് എന്ന പുതിയ ഫീച്ചർ നടപ്പാക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഇൻസ്റ്റാഗ്രാം. 16 വയസ്സിന് താഴെയുള്ളവരുടെ അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ടീൻ അക്കൗണ്ട്സ് എന്ന പുതിയ ഫീച്ചർ നടപ്പാക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. BPL കാർഡുകാർക്ക് 10 കിലോഗ്രാം അരി നൽകുന്ന അന്ന ഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനമാണ് കർണാടക. BPL കാർഡുകാർക്ക് 10 കിലോ അരി നൽകുന്ന അന്ന ഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനമാണ് കർണാടക. നെക്സ്റ്റ് വൺ, രാജ്യത്ത് എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഇനോഗ്രേഷൻ നടത്തിയത് ദ്രൗപദി മുർമുവാണ്. രാജ്യത്ത് എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഇനോഗ്രേഷൻ നടത്തിയത് ദ്രൗപദി മുർമുവാണ്. സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്താനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളിന്റെ പേരാണ് നീരാക്ഷി. സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്താനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ആണ് നീരാക്ഷി. 2023 മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് എവിടെയാണ്? സിക്കിമിലാണ്. 2023 മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് എവിടെയാണ്? സിക്കിമിലാണ്. ക്ലിയർ ആയോ? ഒന്നുകൂടെ നമുക്ക് നോക്കാം, ശ്രദ്ധിക്കൂ. ദേശീയ ഡെങ്കിപ്പനി ദിനം മെയ് 16. ഈ വർഷത്തെ ഡെങ്കിപ്പനി ദിനത്തിന്റെ പ്രമേയം നമ്മൾ സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനി നിയന്ത്രിക്കാമെന്നതാണ്. അടുത്ത 2024 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് ആരാണ്? മിഥുൻ ചക്രവർത്തിയാണ്. 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി കിരീടം നേടിയത് കാരിച്ചാൽ ചുണ്ടനാണ്. അവര് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ കേന്ദ്രം നിലവിൽ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമാണ് അമേരിക്ക. 16 വയസ്സിന് താഴെയുള്ളവരുടെ അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കാനായിട്ട് എന്താണ്? ടീൻ അക്കൗണ്ട്സ് എന്ന പുതിയ ഫീച്ചർ നടപ്പിലാക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഏതാണ്? ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാം ആണ്. BPL കാർഡുകാർക്ക് 10 കിലോ അരി നൽകുന്ന അന്ന ഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനമാണ് കർണാടക. രാജ്യത്തെ എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഇനോഗ്രേഷൻ നടത്തിയത് ദ്രൗപദി മുർമുവാണ്. സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്താനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളിന്റെ പേരാണ് നീരാക്ഷി. 2023 മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് എവിടെയാണ്? സിക്കിമിലാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യന്. ഈ ക്വസ്റ്റ്യൻസ് നന്നായി കേൾക്കുക, ഒരു പേനയും പുസ്തകം എടുത്ത് കൃത്യമായിട്ട് അത് എഴുതി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഇനി അധികം ദിവസമല്ല നമുക്ക് പരീക്ഷയ്ക്ക്. കറണ്ട് അഫയേഴ്സിന്റെ മൊത്തം ഒരു നോട്ടായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രത്യേകം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കി ക്ലിയർ ആയിട്ട് മുഴുവനായിട്ടും വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. 20 മാർക്കാണ്
പിന്നെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.